Chakravarthi emphasized upon the necessity of developing an alternative perspective, a new paradigm, by focusing in the early women's participation in aspect of lives other than biological reproduction, especially in the importance of women's social reproduction as an area of historical studies in which the presence of women can be firmly attested from available sources. അപ്പോൾ ചക്രവർത്തി emphasized upon the necessity of developing the alternative perspectives, a new paradigm, ഒരു മാറി ചിന്തിക്കേണ്ട ഒരു ആവശ്യകത, പുതിയ ചിന്താഗതിയുടെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ബൈ ഫോക്കസിങ് ഓൺ ഏർലി വുമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ആസ്പെക്ട് ഓഫ് ലീവ്സ് അതർ ദാൻ ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ. സ്ത്രീ എന്ന് പറയുമ്പോൾ എന്താണ്, ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ ഉള്ള ഒരു ഉപാധിയായിട്ടാണല്ലോ സാധാരണ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എസ്പെഷ്യലി ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ സോഷ്യൽ റീപ്രൊഡക്ഷൻ ആസ് ആൻ ഏരിയ ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്, ചരിത്ര പഠനത്തിൻ്റെ ഒരു ഏരിയ ആയിട്ട് എന്താണ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ സോഷ്യൽ റീപ്രൊഡക്ഷൻ മാറ്റണമെന്നും ഇൻ വിച്ച് ദ പ്രസൻസ് ഓഫ് വുമൺ ക്യാൻ ബി ഫേംലി അറ്റസ്റ്റ് ഫ്രം ദ അവൈലബിൾ സോഴ്സസ്. അതായത് പ്രസൻസ് ഓഫ് വുമൺ ഏത് മേഖലകളിലാണെങ്കിലും സ്ത്രീ സാന്നിധ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയണമെന്നും ഉള്ള ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ് ആരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, ചക്രവർത്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. Uma Chakravarthi expresses concern that the 19th century historiography predominantly focused on the women of the upper caste and classes, and that fresh investigations were needed to locate the condition of the women serving as domestic and social laborers, which she thinks would reveal another side of history. This is where we find some fresh contribution from Chakravarthi herself and other scholars. Uma Chakravarthi expresses her concern that the 19th century historiography, 19ാം നൂറ്റാണ്ടിലെ ചരിത്രരചന എന്ന് പറയുന്നത് പ്രിഡോമിനൻ്റ്ലി മീൻസ് എന്താണ്, പ്രബലമായ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ദ വുമൻസ് ഓഫ് ദ അപ്പർ കാസ്റ്റ് ആൻഡ് ക്ലാസസ്, ഉയർന്ന വരേണ്യവർഗത്തിൽ. കാരണം ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ, അപ്പർ കാസ്റ്റ് വുമൻസിന് മാത്രമേ എഡ്യൂക്കേഷനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ വീടുകളിൽ വന്നിട്ടാണെങ്കിലും വിദ്യാഭ്യാസം അഭ്യസിച്ചിരുന്നു. അതേപോലെ നാട്യശാസ്ത്ര കലാപരമായ എല്ലാ കഴിവുകളും വളർത്തിയെടുക്കാനും സംസ്കൃതം പോലെയുള്ള ഭാഷ, വേദഭാഷ അഭ്യസിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്ന അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ്സസിലുള്ള ആളുകൾക്കായിരുന്നു. ആൻഡ് ദാറ്റ് ഫ്രഷ് ഇൻവെസ്റ്റിഗേഷൻസ് വെർ നീഡഡ് ടു ലൊക്കേറ്റ് ദ കണ്ടീഷൻ ഓഫ് ദ വുമൺ സർവിങ് ആസ് ഡൊമസ്റ്റിക് ആൻഡ് സോഷ്യൽ ലേബറേഴ്സ് വിച്ച് ഷീ തിങ്സ് വുഡ് റിവീൽ അനദർ സൈഡ് ഓഫ് ദ ഹിസ്റ്ററി. ചരിത്രത്തിനൊരു മറുപുറവും കൂടി ഉണ്ട്. അതായത് ഡൊമസ്റ്റിക്കും സോഷ്യൽ ലേബറേഴ്സുമായിട്ടുള്ള സ്ത്രീകളുടെ ആ ഒരു സെർവിങ്, അതിനെക്കുറിച്ച് അവരുടെ കണ്ടീഷനെക്കുറിച്ച് ഒക്കെ ഉള്ള ഒരു അറിവ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു നീഡ് ഈ ഒരു കാലഘട്ടത്തിൽ ചരിത്ര രചനയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ദിസ് ഈസ് വെർ വി ഫൈൻഡ് സം ഫ്രഷ് കോൺട്രിബ്യൂഷൻ ഫ്രം ചക്രവർത്തി ഹെർസെൽഫ് ആൻഡ് അതർ സ്കോളേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീകളുടെ അവസ്ഥ, അവരുടെ വിദ്യാഭ്യാസമാണെങ്കിലും അവരുടെ സാമൂഹ്യവും അല്ലെങ്കിൽ അവരുടെ ആ സൊസൈറ്റിയിലുള്ള അവരുടെ ഒരു ലൈഫ്, ഇപ്പം ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും സ്ത്രീകളുടെ അവസ്ഥ, വിദ്യാഭ്യാസം ഉണ്ടായാലും ആ ഒരു പ്രത്യേക ഒരു ആൻഷ്യൻ്റ് ടൈമിലുള്ള സ്ത്രീകളുടെ അവസ്ഥയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ പരിണയം എന്നുള്ള സിനിമയൊക്കെ ഒന്ന് കണ്ടാൽ മതി. ശരിക്കും അതിൽ ആക്ട്രസ് അനുഭവിക്കുന്ന ആ സഫറിങ്സ് എന്തൊക്കെയാണ്. പക്ഷേ ഒരിക്കലും അവരുടെ ആ അസ്തിത്വം വിട്ട് കളയാതെ ഒരു ഐഡിയോളജിക്കൽ വുമൺ ആയിട്ട് മാറുന്നതും ആ സിനിമയുടെ ലാസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ആ അവസ്ഥ, അപ്പോൾ അതൊരു സിനിമയായപ്പോൾ നമ്മൾ മൈൻഡിലേക്ക് വേഗം അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ പിന്നീട് വരുന്ന തലമുറകൾക്ക് സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാനും സ്ത്രീകളുടെ അവസ്ഥയിൽ ഒരു വ്യത്യാസം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കാനും ഒക്കെ എന്താവശ്യമുണ്ട്, ചരിത്ര രചനയിൽ സ്ത്രീകളുടെ ഒരു ജെൻഡർ ഹിസ്റ്ററിയുടെ ആവശ്യകത കാണുന്നുണ്ട്. ഉമാ ചക്രവർത്തി ബുക്ക് ജെൻഡറിങ് കാസ്റ്റ് ത്രൂ എ ഫെമിനിസ്റ്റ് ലെൻസ് ഇൻ എ masterly contribution examining the overwhelming influence of the higher caste male dominance in the early Indian society. അപ്പോൾ അവരുടെ ഒരു ബുക്കാണ് ജെൻഡറിങ് കാസ്റ്റ്. അപ്പോൾ അതിൽ ത്രൂ എ ഫെമിനിസ്റ്റ് ലെൻസ് ഈസ് എ മാസ്റ്റർലി കോൺട്രിബ്യൂഷൻ എക്സാമിനിങ്, എന്താണ് എക്സാമിൻ ചെയ്യുന്നത്, ഓവർവെഹിമിങ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹയർ കാസ്റ്റ് മെയിൽ ഡോമിനൻസ്, ശക്തമായ ഒരു വികാരത്തിന് അടിമപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് ഹയർ കാസ്റ്റ് മെയിൽ ഡോമിനൻസ് ആണ്, പുരുഷ മേധാവിത്വത്തെക്കുറിച്ചാണ് ആ ഏർലി
ഇന്ത്യൻ സൊസൈറ്റിയിലെ പുരുഷ മേധാവിത്വത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഷീ അഡ്രസ്സസ് ദ റിലേഷൻ ബിറ്റ്വീൻ കാസ്റ്റ് ഹയറാർക്കി ആൻഡ് ജെൻഡർ ആൻഡ് പ്രൊപ്പോസസ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം വാസ് കൺസോളിഡേറ്റഡ് ബൈ റെസ്ട്രിക്റ്റിംഗ് വുമൻസ് സെക്ഷുവാലിറ്റി. കാസ്റ്റ് ഹയറാർക്കി, ജാതീയപരമായ ഒരു ഹയറാർക്കി എന്ന് പറഞ്ഞാൽ ശ്രേണി അല്ലേ, അതായത് ജെൻഡർ പെർസ്പെക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ളത്. അത് പ്രപ്പോസ് ചെയ്യുന്ന എന്താണ്, ദാറ്റ് ദ കാസ്റ്റ് സിസ്റ്റം വാസ് കൺസോളിഡേറ്റഡ് ബൈ റെസ്ട്രിക്റ്റിംഗ് വുമൻസ് സെക്ഷുവാലിറ്റി. More specifically, she says women's position in the Varna society, especially of the high caste, was an important factor where the matter was directly related to the birth of a male child and caste purity. Thus she points out marriage was more and more ritualized, and the ideas like Pativrata, Sri Dharma were getting crystallized more and more, so that the cohesive model for the entire society was created, assigning the women into submissive roles. Chakravarthi observes that the female sexuality was a big threat for the social order in ancient India, while motherhood was idealized only in its rituality legitimized form. Thus, idealized motherhood rested upon caste endogamy and the patrilineal system, where the issue of inheritance to property was a crucial matter. അപ്പോൾ she addresses the relation between caste hierarchy and gender and the proposes that the caste system was consolidated means ഏകീകരിക്കുക by restricting women's സെക്ഷുവാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് കാസ്റ്റ് സിസ്റ്റം കൺസോളിഡേറ്റ് ചെയ്തത്. അപ്പോൾ more specifically she says women's position in the war, a society especially of the high caste, was an important factor where the matter was directly related to the ബർത്ത് ഓഫ് എ മെയിൽ ചൈൽഡ് ആൻഡ് കാസ്റ്റ് പ്യൂരിറ്റി. അതായത് വംശം ശുദ്ധീകരിക്കണമെങ്കിൽ, ജാതി നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ മരണാനന്തര കർമ്മം ചെയ്യണമെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇനിയുള്ള തലമുറ നിലനിൽക്കണമെങ്കിൽ ഒക്കെ എന്ത് വേണം, ഒരു മെയിൽ ഡോമിനൻസ്, ഒരു മെയിൽ ചൈൽഡ് വേണം, ഒരു ആൺകുട്ടി. പെൺകുട്ടി ഉണ്ടാകുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ആ മാതാവിന് വില കൽപ്പിച്ചത് ഒരു ആൺകുട്ടി ഉണ്ടാവുമ്പോഴാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇനിയുള്ള കാലത്ത് എനിക്ക് കർമ്മം ചെയ്യാൻ എനിക്കൊരു ഒരു മകൻ വേണമെന്നുള്ള ആ ഒരു പണ്ടത്തെ ആ ചന്ദ്രവംശവും സൂര്യവംശവും അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റൊക്കെ വെച്ച് ആൻഷ്യൻ്റ് ഇന്ത്യയിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് കാണാം മെയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ മെയിൽ ചൈൽഡിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കാണാം. അപ്പോൾ ഷീ പോയിൻറ്റ്സ് ഔട്ട് മാരേജ് വാസ് മോർ ആൻഡ് മോർ റിച്വലൈസ്ഡ്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ റിച്വലൈസ്ഡ് ആയി മാരേജ് ഒക്കെ. ആൻഡ് ദ ഐഡിയാസ് ലൈക്ക് പതിവ്രത മീൻസ് എന്താണ്, വിശ്വാസ്യത അല്ലേ, ഫിഡലിറ്റി ടു ഹസ്ബൻഡ്, അതാണ് പതിവ്രത, ആ ഒരു കൺസെപ്റ്റ്. അതേപോലെ തന്നെ സ്ത്രീധർമ്മ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ ലിംഗ നിർണയ ശാസ്ത്രമൊക്കെ നോക്കുമ്പോൾ സ്ത്രീ ധർമ്മം. അതേപോലെ തന്നെ were getting crystallized more and more so that the cohesive model for the entire society was created. അതായത് ഒരു ഒത്തൊരുമയുള്ള ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് assigning the women into submissive role. അതായത് സബ്മിസീവ് ആണ്, സമർപ്പിക്കുകയാണ്, ആത്മസമർപ്പണമാണ് ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടി സ്ത്രീകൾ ചെയ്യുന്ന ഒരു ആത്മസമർപ്പണമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ചക്രവർത്തി ഒബ്സർവ്സ് ദാറ്റ് ഫീമെയിൽ സെക്ഷുവാലിറ്റി വാസ് എ ബിഗ് ത്രെറ്റ് ഫോർ ദ സോഷ്യൽ ഓർഡർ ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ. ഒരു വലിയ ഈ ഫീമെയിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു ബിഗ് ത്രെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. വൈൽ മദർഹുഡ് വാസ് ഐഡിയലൈസ്ഡ് ഓൺലി ഇൻ ഇറ്റ്സ് റിച്വാലിറ്റി. അതായത് വളരെ പവിത്രമായിട്ടാണ് മദർഹുഡിനെ കരുതിയിരുന്നത്. ലെജിറ്റിമൈസിങ് ഫോം, അതൊരു നിയമാനുസൃതപരമായ ഒരു ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. ദസ് ഐഡിയലൈസിങ് മദർഹുഡ് റെസ്റ്റഡ് അപ്പോൺ കാസ്റ്റ് എൻഡോഗമി മീൻസ് എന്താണ്, വംശത്തിൽ നിന്നുള്ള വിവാഹം അല്ലേ. അപ്പോൾ കാസ്റ്റ് എൻഡോഗമിയുടെ അടിസ്ഥാനത്തിൽ ആണ് ആ മദർഹുഡ്, അതിനാണ് ഏറ്റവും എന്താ പറയുക പവിത്രത കൊടുത്തിരുന്നത്. ആൻഡ് പാട്രിലീനിയൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, റിലേറ്റിംഗ് ടു ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ഫാദർ ഓർ ഡിസെൻഡ് ത്രൂ ദ മെയിൽ ലൈൻ, അതാണ് പാട്രിലീനിയൽ സിസ്റ്റം. അപ്പോൾ വേർ ദി ഇഷ്യൂ ഓഫ് ഇൻഹെറിറ്റൻസ് ടു പ്രോപ്പർട്ടി വാസ് എ ക്രൂഷ്യൽ മാറ്റർ. ഇഷ്യൂ ഓഫ് ഇൻഹെറിറ്റൻസ്, പരമ്പരാഗതമായിട്ട് സ്വത്ത്, അതായത് വേറുള്ളവരിലേക്കൊന്നും കൈമാറ്റം ചെയ്യാതെ സ്വന്തം കുടുംബത്തിൽ കൂടെ തന്നെ അങ്ങനെ പോകണം എന്നുള്ള ആ ഒരു ഇൻഹെറിറ്റൻസ്, അതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി. അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്ററായിരുന്നു ആ സൊസൈറ്റിയിൽ, ആൻഷ്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇൻ ചക്രവർത്തീസ് ബുക്സ് Everyday Lives, Everyday Histories, Beyond the Kings and Brahmanas of Ancient India, she attempted to release the reading of history from the
from this trope where the dominant upper caste patriarchal ideology become the main focal perspective. She tries to show the way to delineating history from the perspectives of marginal groups in early India. Arranging her reviews on social alienation, class conflict and gender violence as discourses of history for restructuring the entire past in a way never really signified before. അപ്പോൾ ഇൻ ചക്രവർത്തീസ് ബുക്ക് ഏതൊക്കെയാണ് അവരുടെ ബുക്ക്? എവരിഡേ ലീവ്സ്, എവരിഡേ ഹിസ്റ്ററീസ്, ബിയോണ്ട് ദ കിങ്സ് ആൻഡ് ബ്രാഹ്മണാസ് ഓഫ് ആൻഷ്യൻ്റ് ഇന്ത്യ. അതിൽ അവർ അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടു റിയലൈസ് ദ റീഡിങ് ഓഫ് ഹിസ്റ്ററി ഫ്രം ദ ട്രോപ്പ് were the dominant upper caste patriarchal ideology. അതായത് ഒരു ആലങ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പാട്രിയാർക്കൽ പിതാവിൻ്റെ രീതിയിലുള്ള അനന്തരാവകാശം അത്തരത്തിലൊരു ഐഡിയോളജിക്കാണ് പ്രധാനമായിട്ട് ഇവർ ഫോക്കസ് കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ഷീ ട്രൈസ് ടു ഷോ ദ വേ ടു ഡീലീനിയേറ്റിംഗ് ഹിസ്റ്ററി. ഡീലീനിയേറ്റിംഗ് ഹിസ്റ്ററി മീൻസ് എന്താണ്? നിർവചിക്കുക, ചരിത്രത്തെ ഒന്ന് നിർവചിക്കുന്നു. എങ്ങനെ? ഡിസ്ക്രൈബ് ഓർ പോർട്രേ, എങ്ങനെയാണ്? ഫ്രം ദ പെർസ്പെക്റ്റീവ്സ് ഓഫ് മാർജിനൽ ഗ്രൂപ്പ്സ് ഇൻ ഏർലി ഇന്ത്യ. പാർശ്വവൽക്കരിക്കപ്പെട്ട ആ ഒരു വിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ ഒന്ന് പുനർവ്യാഖ്യാനിക്കുകയാണ്. അറേഞ്ചിങ് ഹർ റിവ്യൂസ് ഓൺ സോഷ്യൽ അലൈനേഷൻ, സാമൂഹികപരമായ ഒരു സാമാന്യവൽക്കരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്ലാസ് കോൺഫ്ലിക്റ്റുകളെക്കുറിച്ച് ജെൻഡർ വയലൻസിനെ കുറിച്ച് ഒക്കെയുള്ളൊരു ഡിസ്കോഴ്സ് ഓഫ് ഹിസ്റ്ററിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത്. അതെന്തിന് സഹായിക്കുന്നു? ടു റീസ്ട്രക്ചറിങ് ദ എൻറ്റയർ പാസ്റ്റ് ഇൻ എ വേ നെവർ റിയലി സിഗ്നിഫൈസ്ഡ് ബിഫോർ. സോഷ്യൽ അലൈനേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഈസ് എ പേഴ്സൺ ഫീലിംഗ് ഓഫ് ഡിസ്കണക്ഷൻ ഫ്രം എ ഗ്രൂപ്പ്. ഒരു കൂട്ടത്തിൽ നിന്ന് മാറാതെ ആ ഒരു കൂട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള സാമൂഹ്യപരമായ തിന്മകൾക്ക് എതിരെ പോരാടാനുള്ള ഒരു ഐഡിയോളജി. ആ ഐഡിയോളജീനെ കുറിച്ചൊക്കെയുള്ള ഒരു വ്യൂസാണ് ശരിക്കും ഈ ഒരു ബുക്കിലൂടെ നമുക്ക് കാണുന്നത്. ഇൻ ഹെർ ആർട്ടിക്കിൾ ടൈറ്റിൽഡ് വുമൺ, മെൻ ആൻഡ് ബീസ്റ്റ്, the Jatakas as a popular tradition, Chakravarthi observed that the Buddhist Jataka women were generally represented as a threat for the social order, reflecting their conventional beliefs about women's body and sexuality. Quite significantly, Chakravarthi has identified the major difference between the Brahmanical and Buddhist approaches of women's sexuality, which, as we can observe from her writing, lay in their reception of imaging of a real woman in their contemporary world. Vedic Brahmanism, since the days of Shudras, has developed a model of the ideal woman in their normative literature, and in the Brahmanical source, deviation from this ideal model of womanhood is projected only as a possibility best avoided. But the Jatakas and the Buddhist discourse in the main hold that women were naturally prone to seduction, leading men away from the path of salvation, and therefore the transgression were a natural result arising out of woman's very nature. 62 in Jatakas, thus the women are generally represented as adulterous in nature. So it was the men who were vested with the responsibility to protect and punish them. അപ്പോൾ അവരുടെ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഹർ ആർട്ടിക്കിൾ ടൈറ്റിൽഡ് വുമൺ, മെൻ ആൻഡ് ബീസ്റ്റ്, ആ ആർട്ടിക്കിളിൽ പറയുന്നത് ജാതകാസ് ആസ് പോപ്പുലർ ട്രഡീഷൻ, ചക്രവർത്തി ഒബ്സർവ്ഡ് ദാറ്റ് ഇൻ ദ ബുദ്ധിസ്റ്റ് ജാതക വുമൺ വർ ജനറലി റെപ്രസെൻറ്റഡ് ആസ് എ ത്രെറ്റ് ഫോർ ദ സോഷ്യൽ ഓർഡർ. അപ്പോൾ ഈ ബുദ്ധിസ്റ്റ് ജാതക കഥകളൊക്കെ ഇല്ലേ, കഥകളിലെ വുമൻസിനെ എന്താ പറയുന്നത്? വർ ജനറലി റെപ്രസെൻറ്റഡ് ആസ് എ ത്രെറ്റ് ഫോർ ദ സോഷ്യൽ ഓർഡർ, റിഫ്ലക്റ്റിംഗ് ദെയർ കൺവെൻഷനൽ ബിലീവ്സ്, അതായത് പരമ്പരാഗതമായ വിശ്വാസം എബൌട്ട് വുമൻസ് ബോഡി ആൻഡ് സെക്ഷ്വാലിറ്റി, വുമൻസിൻ്റെ ബോഡി, അവരുടെ സെക്ഷ്വാലിറ്റി, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കൺവെൻഷണൽ ബിലീഫിനെ കുറിച്ചാണ് ഈ ബുദ്ധിസ്റ്റ് ജാതകാസിൽ പറയുന്നത്. അപ്പോൾ ക്വൈറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ചക്രവർത്തി ഹാസ് ഐഡൻറ്റിഫൈഡ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബ്രാഹ്മണിക്കൽ ആൻഡ് ദ ബുദ്ധിസ്റ്റ് അപ്രോച്ച്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് എന്താണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാഹ്മണിക്കൽ ആൻഡ് ബുദ്ധിസ്റ്റ് അപ്രോച്ചസ് ടു വുമൻസ് sexuality, which, as we can observe from her writing, lay in their reception of the images of real women in the contemporary world. ആ സമകാലികമായ ലോകത്തിലുള്ള ആ ഒരു സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ്, ആ സ്ത്രീകൾക്കുള്ള സ്വീകരണം അല്ലെങ്കിൽ ആ സമകാലികമായ ലോകത്തിലെ സ്ത്രീകളുടെ യഥാർത്ഥ ചിത്രം നമുക്ക് ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
Vedic Brahmanism since the days of സൂത്രാസ് ഹാഡ് ഡെവലപ്ഡ്. ഇപ്പോൾ വേദിക് ബ്രാഹ്മണിസം നോക്കുകയാണെങ്കിൽ മോഡൽ ഓഫ് ഐഡിയൽ വുമൺ ഇൻ ദർ നോർമേറ്റീവ് ലിറ്ററേച്ചർ, അതായത് ആ സാഹിത്യത്തിൻ്റെ ഒക്കെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗാർഗി, മൈത്രേയി തുടങ്ങിയ ആ സ്ത്രീ സ്വരൂപങ്ങൾ, അഭ്യസ്തവിദ്യരായ ആ കഥാപാത്രങ്ങൾ, അപ്പോൾ അവരെക്കുറിച്ച് പറയുന്നില്ലേ, അതേപോലെ തന്നെ ആൻഡ് ഇൻ ദ ബ്രാഹ്മണിക്കൽ സോഴ്സ് ഡീവിയേഷൻ ഫ്രം ദിസ് ഐഡിയൽ മോഡൽ ഓഫ് വുമൻഹുഡ് ഈസ് പ്രൊജക്റ്റഡ് ഓൺലി ആസ് എ പോസിബിലിറ്റി ബെസ്റ്റ് അവോയ്ഡഡ്. അതായത് ഇപ്പം ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിലും പറയുന്നുണ്ട്, ബ്രാഹ്മണിക്കൽ ലിറ്ററേച്ചറിലും പറയുന്നുണ്ട്. രണ്ടിനും എന്താണ് ഒരു ഡീവിയേഷൻ, നമുക്ക് ഈ ഐഡിയൽ മോഡൽ വുമൻഹുഡിനെ കുറിച്ചുള്ള ഒരു ഐഡിയൽ മോഡലിലുള്ളൊരു ഡീവിയേഷൻ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ എന്താ പറയുക, ഈ സ്ത്രീത്വം എന്ന് പറയുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ ജാതകാസ് അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ലിറ്ററേച്ചറിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ബട്ട് ദ ജാതകാസ് ആൻഡ് ദ ബുദ്ധിസ്റ്റ് ഡിസ്കോഴ്സസ് ഇൻ ദ മെയിൻ ഹോൾഡ് ദാറ്റ്, അപ്പോൾ ഇതിൽ പറയുന്ന രണ്ടിലും പൊതുവായിട്ട് പറയുന്ന ഒരു ഘടകം, ഇപ്പോൾ ജാതകാസിൽ ഈ പ്രാചീന ഭാരതത്തിലെ സംസ്കാരത്തിൽ ബ്രാഹ്മണിക്കൽ ട്രഡീഷനിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാം. പക്ഷേ ബുദ്ധിസ്റ്റ് ഡിസ്കോഴ്സസ് മീൻസ് എന്താണ്, പ്രഭാഷണങ്ങളിൽ ഈ ജാതക കഥകളിലൊക്കെ ദ മെയിൻ ഹോൾഡ് ദാറ്റ് വുമൺ വെർ നാച്ചുറലി പ്രോൺ ടു സിഡക്ഷൻ മീൻസ് എന്താണ്, ഒരു വശീകരിക്കുക അല്ലേ, വശീകരിക്കാൻ സാധ്യതയുള്ള ഒരാളായിട്ടാണ് സ്ത്രീകളെ പറയുന്നത്. ഇപ്പം ലീഡിങ് മെൻ എവേ ഫ്രം ദ പാത്ത് ഓഫ് സാൽവേഷൻ, മോക്ഷത്തിലേക്ക് പ്രാർത്ഥന കൊണ്ട് നടക്കുന്ന പുരുഷനെ സെഡക്ഷനിലാക്കിയിട്ട് വശീകരിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് വുമൺസിനെ പറയുന്നത്. ദെയർഫോർ ട്രാൻസ്ഗ്രഷൻസ് മീൻസ് എന്താണ്, ലംഘനം. എന്തിനുള്ളത്, വെറുതെ നാച്ചുറൽ റിസൾട്ട് അറൈസിങ് ഔട്ട് ഓഫ് വുമൺസ് വെരി നേച്ചർ. അപ്പം എന്താ പറയുക, ഒരു ഉപഭോഗ വസ്തു മാത്രമായിട്ട് സ്ത്രീകളെ കണക്കാക്കുന്ന ഒരു സമീപനം അല്ലേ, അത്തരത്തിലുള്ളൊരു സമീപനമാണ്. ഇപ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല. പുരുഷനും സ്ത്രീയും ഒന്നിച്ച് വിചാരിച്ചാൽ മാത്രമാണ് എല്ലാം സംഭവിക്കുകയുള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരി പുരുഷൻ എന്ന് പറയുന്നത് ഒരു സാൽവേഷൻ പാത്തിലേക്ക് പോകുന്ന ആളും സ്ത്രീകൾ ഒരു സെഡേഷൻ ആയിട്ടുള്ള ആളുകളുമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സംഭവം. വളരെ ഇങ്ങനെയും ഈ ജാതക കഥകളിൽ ഇങ്ങനെയും കഥകളെ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 62 ഇൻ ദ ജാതകാസിലെ ആ 62 പാർട്ടിൽ ജാതകാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ജാതകാസ് വർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ബുദ്ധിസ്റ്റ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, ദാറ്റ് ഈസ് ജാതക. അപ്പോൾ അതിൽ 62 പാർട്ടിൽ ദ വുമൺ ആർ ജനറലി റെപ്രസെൻറ്റഡ് ആസ് അഡൽറ്ററസ് ഇൻ നേച്ചർ. അതായത് അഡൽറ്ററസ് മീൻസ് എന്താണ്, മോശമായിട്ടാണ് സ്ത്രീകളെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരു നേച്ചറാണ് സ്ത്രീകൾക്കുള്ളത് എന്നാണ് പറയുന്നത്. റെപ്രസെൻറ്റേഷൻ അങ്ങനെയുള്ളതാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. സോ ഇറ്റ് വാസ് ദ മെൻ ഹൂ വെർ വെസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റീസ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് പണിഷ് ദം. ഇതെവിടെയെങ്കിലും നടക്കുമോ, ഇത് ഇങ്ങനെയൊരു സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഥകളാണ് കേട്ടോ. കഥകളിൽ പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നുമല്ല. ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ എന്തിനു സൊസൈറ്റിയിലേക്ക് എടുക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പുരുഷനും സ്ത്രീയും തുല്യമാണെങ്കിൽ മാത്രമേ ആ വീട് ഒരു വീടാവുന്നുള്ളൂ. അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേ വീടുകൾ ചേർന്നാണല്ലോ ഒരു സമൂഹമായി മാറുന്നത്. ഇത് ജസ്റ്റ് എ സ്റ്റോറി, ആസ് എ പാർട്ട് ഓഫ് ദ സ്റ്റോറീസ് ദാറ്റ്, അങ്ങനെ നിങ്ങൾ മാത്രം ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഔട്ട്ലുക്കുകളൊക്കെയാണ് ഈ ചക്രവർത്തിയുടെ വുമൺ, മെൻ ആൻഡ് ബീസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കൃതിയിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. ഇത് ആസ് പാർട്ട് ഓഫ് ദ സ്റ്റോറീസ് അങ്ങനെ കരുതുക. അല്ലാതെ ഇത്രമാത്രം അടിച്ചമർത്തുന്ന ഒരു ചിന്താഗതി കൊണ്ട് ഒരു സൊസൈറ്റിക്ക് വളർന്നു വരാനും ഈ രീതിയിലൊക്കെ പരിണമിക്കാനും പറ്റുമോ? കുറച്ചൊക്കെ മോശമായതുണ്ടാവും, കുറച്ചൊക്കെ നല്ല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചക്രവർത്തിയുടെ ഔട്ട്ലുക്ക്, അവരുടെ കൃതികളും ആർട്ടിക്കിളും ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. ഇത്രയൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ജെൻഡർ ഹിസ്റ്ററി ഉമാ ചക്രവർത്തി എന്ന് പറയുന്ന ടോപ്പിക്ക് ഡീൽ ചെയ്യുന്നത്. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്